കരുമാലൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ നിന്ന് കാലാവധി കഴിഞ്ഞ മരുന്ന് രോഗിക്ക് നൽകിയെന്ന പരാതിയുമായി പഞ്ചായത്ത് മെമ്പർ. കരുമാലൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ നിന്ന് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതായി പരാതി. കരുമാലൂർ പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ മുഹമ്മദ് മെഹബൂബാണ് ഇതുമായി ബന്ധപ്പെട്ട ആലങ്കാട് SHOയ്ക്ക് പരാതി നൽകിയിട്ടുള്ളത്. കരുമാലൂർ പഞ്ചായത്ത് 10ാം വാർഡിൽ താമസിക്കുന്ന ഹൈദ്രോസ് VM വയലെടുത്ത് എന്ന വ്യക്തിക്കാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതായി പറയുന്നത്. മരുന്ന് വാങ്ങി വീട്ടിൽ വന്നതിന് ശേഷം മരുന്ന് കഴിക്കുന്നതിനായി എടുത്തപ്പോഴാണ് ഇതിന്റെ കാലാവധി കഴിഞ്ഞത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വിവരം വാർഡ് മെമ്പറായ തന്നെ അറിയിക്കുകയും തുടർന്ന് താൻ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ ഓഫീസറെ കാണുകയും ചെയ്തുവെന്നും പഞ്ചായത്ത് മെമ്പർ പറയുന്നു. കരുമാലൂർ ഗവൺമെൻറ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്നലെ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു വൃദ്ധനായ ഒരു രോഗിക്ക് മരുന്ന് 2 മാസം എക്സ്പയറി ആയ മരുന്ന് കൊടുത്തു. ആ മരുന്ന് കൊടുക്കുകയും അയാൾക്ക് സംശയം തോന്നിയാൽ ഈ ഡേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് 2 മാസം എക്സ്പയർ ആയ മരുന്നാണ്. അയാൾ നേരെ ഈ മരുന്നുമായിട്ട് മെഡിക്കൽ ഓഫീസറെ കാണാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കുഴപ്പമില്ലാത്ത മരുന്നാണ്, കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ വാർഡ് മെമ്പറോട് വിവരം പറഞ്ഞു, ഇങ്ങനെ ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ്, ഡോക്ടർ പറഞ്ഞത് കഴിച്ചോളാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വാർഡ് മെമ്പറിന് 2 സഹമെമ്പർമാർ, 10ാം വാർഡ് മെമ്പറാണ് മെഹജൂബ് എന്ന് പറഞ്ഞ അയാളുടെ പേര്, വാർഡ് മെമ്പറാണ്. 2 മെമ്പർമാർ 2 കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ കൂടിയായ മുജീബും അബ്ദുൽ സലാമും കൂടി ഇവരവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുഴപ്പമില്ല, ആ മരുന്ന് കഴിച്ചോട്ടെ, അത് അപ്പോൾ കാലാവധി കഴിഞ്ഞാൽ പറഞ്ഞു അത് കഴിച്ചാൽ ചത്തൊന്നും പോകില്ലെന്ന്. വിഷയം അവതരിപ്പിച്ചപ്പോൾ വളരെ ധിക്കാരപരമായാണ് ഡോക്ടർ പെരുമാറിയതെന്നും പഞ്ചായത്ത് അംഗം പരാതിപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ.